ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നിങ്ങൾക്ക് ചിന്തിച്ച് പണ്ടാറടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സീരീസ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഓടുന്ന ഈ ഒരു ഡാർക്ക് എന്ന് പറയുന്ന ടൈം ട്രാവലിംഗ് ആയിട്ടുള്ള ഒരു സിനിമ. നമ്മൾ ഈ ടൈം ട്രാവലിങ്ങിൻ്റെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബാക്ക് ടു ദ ഫ്യൂച്ചർ ആ വക ടൈം മെഷീൻ ഉപയോഗിച്ച് ബാക്കിൽ കടന്ന് ഒരു പ്രത്യേകതരം കോമഡീസൊക്കെ ഉണ്ടാക്കുക, ആ വക പരിപാടിയൊന്നും അല്ല ഈ ഒരു സീരീസിനുള്ളത്. തുടക്കം മുതൽ അവസാനം വരെ ഒരു 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 വല്ലാത്ത ഒരു 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 ഡാർക്കിലേക്ക് കൊണ്ട് നടക്കുന്ന ഒരു തരം ഡാർക്ക് സിനിമ അല്ല സീരീസ്. സീസൺ 1, 2, 3 ഒക്കെ 4 ഒക്കെ ഉണ്ടാവുമോ ഈശ്വര. ഏതൊരു രീതിയിലാണ് ക്ലൈമാക്സ് ചെയ്യുന്ന എത്തിയത്. കൂടുതലും സംസാരിക്കുന്നതിന് മുൻപ് സലീം കുമാറിന് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് കേട്ട് നോക്ക്, എന്നിട്ട് നിങ്ങളൊന്ന് പറ. കാരണം കക്ഷി പറയുന്നത് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കാമല്ലോ. പറ സലീമേട്ട. ഒരു വീട്ടിലെ കൊഞ്ചിച്ച് ഓമനിച്ച് വളർത്തിയ പൊന്നുമോൻ മിഖേൽ ഒരു ദിവസം ഒരു ഗുഹയിൽ പെട്ടുപോകുന്നു. അവന്റെ അച്ഛനെ ഭാര്യയല്ലാതെ വേറെ ബന്ധങ്ങളുണ്ടായിരുന്നെങ്കിലും ഈ പൊന്നുമോൻ എന്ന് വെച്ച ജീവനായിരുന്നു. രാവിലെ കളിക്കാൻ പോയ മോന്റെ ബോഡി കിട്ടും, അപ്പം ഞെട്ടും. പക്ഷെ പയ്യൻ ഗുഹയിൽ ഇറങ്ങി വരുന്നത് 1986 കാലഘട്ടം. ഇന്റർവെൽ ഓഫ് ദ സെയിം ടൈമിൽ മിഖേലിന്റെ അച്ഛനെ അന്നയുമായിട്ടൊരു അന്തർബന്ധമുണ്ട്. അന്നയാണെങ്കിലോ മിഖേലിന്റെ ഭാര്യ. അവളെ വല്ലതും പറയാൻ പറ്റുമോ? പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്റെ പൊന്നു ചെറിയ. ചിറ്റപ്പനാണെങ്കിൽ കുഞ്ഞമ്മനെ മോളെ മുത്തച്ഛിയായിട്ട് കണ്ടും പോയി. മുത്തച്ഛിയാണെങ്കിൽ പെറ്റിട്ടില്ല. സത്യം പറഞ്ഞാൽ മിഖേൽ തിരിച്ചു വരുമോ? ജോനാസ് സ്വപ്നം കാണുന്നു നിർത്തുമോ? മിഖേൽ ഒളിച്ചിരുന്ന കറുത്ത കൈകൾ ആരുടേതാണ്? ഒരു പഞ്ചി നിറയെ ചോദ്യങ്ങളുമായി. സോ ഈ സീരീസിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആണ് ആഡം ആൻഡ് ഈവ്. നമ്മുടെ ബൈബിളിക്കലായിട്ടുള്ള ആഡം ആൻഡ് ഈവ്. ആ ഒരു പേര് സെലക്ട് ചെയ്യാൻ ഒരു കാരണമുണ്ട്. കാരണം ഇവർ രണ്ടുപേരും വിചാരിക്കുന്നത് ഇവരാണ് ഇതിന് തുടക്കം കുറിച്ച് വെച്ചിരിക്കുന്നത്. ഈ ഒരു ടൈം ട്രാവലിംഗ് കണ്ടുപിടിച്ചതും ഇതിനെ ഒരു ഒടുക്കം വരുത്താൻ സാധിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കാണെന്നുള്ളത്. ഇവർ രണ്ടുപേരും പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേകതരം സീരീസാണ്. തുടക്കത്തിലൊക്കെ ആദ്യത്തെ എപ്പിസോഡ്സൊക്കെ കാണുമ്പോൾ ഒരു ഗ്രിപ്പിംഗ് ഫീലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ വരും. കാരണം തുടക്കത്തിലെ കഥ സ്പോയിലേഴ്സ് ആണെങ്കിൽ കൂടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു വ്യക്തിക്ക് തന്നെ മകനും മരുമകളെയും പിന്നെ പേരക്കുട്ടിയെ നഷ്ടപ്പെടാൻ ഒരു ആക്സിഡൻറ്റിൽ. സോ ആ ഒരു സംഭവം തടുക്കാൻ വേണ്ടിയിട്ട് കക്ഷി ഒരു ടൈം ട്രാവലിംഗ് മെഷീൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കക്ഷി അത് ഓണാക്കി നോക്കുമ്പോൾ വേറെ എന്തോ ആണ് സംഭവിക്കുന്നത്. അത് തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു സംഭവം ഒരു പാരലായിട്ടുള്ള 2 ഡിഫറെൻറ്റ് വേൾഡ്സ് ടൈം ട്രാവലിംഗ് പോലെ ടൈം വേൾഡ് പറഞ്ഞിട്ടുണ്ടായി എന്തോ ഒരു ലൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ആ ലൂപ്പിൽ ഈ ഒരു യൂണിവേഴ്സിലത്തെ ആൾക്കാർ, ഈ ഇങ്ങേരു കുടുംബത്തിൽ ബന്ധപ്പെട്ട ആൾക്കാർ ആ ഒരു യൂണിവേഴ്സിൽ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സായിട്ട് ജീവിക്കുന്നു. അവരിത് മനസ്സിലാക്കുകയും പിന്നീട് അവർ മനസ്സിലാക്കുന്നു, പക്ഷെ തെറ്റായിട്ടാണ്. അവർ വിചാരിക്കുന്നത് അവരുടെ ലോകമാണ് ശരിക്കുള്ള ഇനീഷ്യൽ ഫസ്റ്റ് ലോകം, മെയിൻ വേൾഡ് എന്നുള്ളത്. പിന്നെ അവർ തമ്മിലുള്ള യുദ്ധം കാര്യങ്ങളൊക്കെയാണ്. സോ ഈ ടൈം ട്രാവലിംഗ് എന്ന് പറയുന്ന ഒരു തരം ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ ചെല്ലുമ്പോഴാണ് ജോനാസിന് വേറെ പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും ഇങ്ങനെ മാറി പോകാൻ സാധിക്കുന്നത്. അതിനിടയ്ക്ക് കക്ഷി ഒരുപാട് കാര്യം കണ്ടുപിടിക്കുന്നുമുണ്ട്. ഏറ്റവും ക്ലൈമാക്സ് ലാസ്റ്റ് എപ്പിസോഡിലാണ് പ്രേക്ഷകന് ഡയറക്ടർ കാണിക്കുന്നത് ഇതാണ് ആക്ച്വൽ വേൾഡ്, ഇവിടെയുള്ള ആൾക്കാരാണ് ശരിക്കുള്ള ആൾക്കാർ, അവരുടെ ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അത് പെട്ടെന്ന് കാണുമ്പോൾ ഈ സലീംകുമാരേട്ടൻ പറഞ്ഞ പോലെ പേരക്കുട്ടി മറ്റേ മറിച്ച് ഇങ്ങനത്തെ റിലേഷൻ, എന്താ പറയുക, നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു റിലേഷൻ വരാൻ പാടില്ലാത്ത ആൾക്കാർ നമ്മൾ റിലേഷൻസ് ഈ ഒരു സിനിമയിൽ കൂടുതലും കാണിക്കുന്നുണ്ട്. ടോട്ടലി മൈൻഡ് ബ്ലോയിങ് ആണ് ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറയുക, മോശമായിട്ട് ചിത്രീകരിക്കാൻ പല വാക്കുകളും തോന്നും നമുക്ക് ഈ സീരീസിനെ പറ്റി പറയാനായിട്ട്. പക്ഷേ കണ്ടു കഴിയുമ്പോൾ ഒരു മൈൻഡ് ബ്ലോയിങ്, ഒരു ടൈം ലൂപ്പ് പാരഡോക്സ് നമ്മളെ കുറിച്ച് ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു തരം സീരീസ്. ആൻഡ് ഇഷ്ടപ്പെടാത്തൊരു ഒറ്റ കാര്യം, എല്ലാം സീരീസിൽ കണ്ടുവരുന്ന പോലെ ഒരു വല്ലാത്ത ലാഗ് ഇങ്ങനെ വലിച്ച് ഇഴച്ച് ദീർഘിപ്പിക്കുന്നുണ്ട്. കാരണം ഒരുപാട് എപ്പിസോഡുകളിൽ ഞാൻ തന്നെ ഫാസ്റ്റ് ഫോർവേഡ് ബട്ടൺ അടിച്ചിട്ട് ഓ നീങ്ങെന്ന് പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് പോയിട്ടുണ്ട്. കാരണം വെറുതെ ആവശ്യമില്ലാത്ത ലാഗുകൾ അവിടെ വളർത്തുന്നുണ്ട്. എസ്പെഷ്യലി ഈ ആഡമും ഈവിൻ്റെയും വരവ്. കാരണം തുടക്കത്തിലല്ല, കുറേ കഴിഞ്ഞിട്ടാണ് ആഡം ഈവിനും അതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ വരുന്നത്. സീരീസ് തുടങ്ങുന്നത് ജോനസും മാർത്തയും അവർ തമ്മിലുള്ള പ്രണയം മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് പോകുന്നത്. ആഡം ഈവ് വരുമ്പോഴാണ് ഒരു
ചേഞ്ച് അങ്ങ് വരുന്നത്. പിന്നെ ജോനാസിൻ്റെ മെയിൻ ക്യാരക്ടർ ആ കക്ഷിയുടെ ചുറ്റിപ്പറ്റിയിട്ടാണ് എല്ലാ കാര്യം നടക്കേണ്ടതാണെന്ന് അങ്ങനെയൊക്കെയാണ് കരുതി പോകുമ്പോഴാണ് ക്ലൈമാക്സ് എത്തുമ്പോൾ ഈ ജോനാസ് മറന്നത് യാതൊരു റോളും ഇല്ല, മറ്റവൾക്കാണ് ഇവൾക്കാണ് മറ്റവരാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പിരി അങ്ങോട്ട് കയറും. പക്ഷെ ടി വിയെ തല്ലി പിടിക്കാൻ തോന്നില്ല, EMI വാങ്ങിച്ചതായിരിക്കുമല്ലോ അല്ലേ. ഗൈസ് മച്ച് റെക്കമെൻഡഡ്. കാരണം ഈ ഒരു സീരീസിന് കിട്ടിയ ഫാൻ ബേസ് ചില്ലറയൊന്നുമല്ല. അഡ്വർടൈസിങ് ചെയ്യാണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സിന് അധികം സബ്സ്ക്രൈബേഴ്സ് കിട്ടിയ ഒരു സീരീസും കൂടിയാണ് ഡാർക്ക് കൂട്ടുകാർക്ക്. കാരണം ഞാൻ ഇതിൻ്റെ ഒരു സീസൺ തന്നെ ഒറ്റ ഇരിപ്പിൽ ഒരു ദിവസം ഇരുന്ന് കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് ഭ്രാന്തായിരുന്നു, അത് അത്രയും ഗ്രിപ്പിംഗ് ആയിരുന്നു. ഇത് എങ്ങോട്ടേക്ക് പോണത് ഈ കഥ അറിയാനുള്ള ആകാംക്ഷ എന്നെ പിടിച്ച് ഇരുത്തി. ഫാസ്റ്റ് ഫോർവേഡിങ് ഇല്ലാണ്ട് ഓരോ എപ്പിസോഡ് ഇങ്ങനെ കണ്ട് മനസ്സിലായി. അപ്പോൾ നോക്കുമ്പോൾ സീസൺ 2 ഉണ്ടല്ലോ, ആ സീസൺ 2 ഇരുന്ന് കാണാം, അപ്പോൾ സീസൺ 3 ഉണ്ടല്ലോ, അപ്പോൾ സീസൺ 3 ഇരുന്ന് കാണും. അങ്ങനെ കണ്ടു മടുത്തപ്പോഴാണ് ഫാസ്റ്റ് ഫോർവേഡിങ്. ആ ഒരു ബട്ടണെല്ലാം നന്നായി, ഇല്ലെങ്കിൽ പെട്ടുപോയേനെ. അപ്പോൾ മറക്കണ്ട, നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് ഓടുന്നത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. കാരണം ഇതിൻ്റെ റീൽസൊക്കെ കാണാൻ ഞാനിടെ. ആൻഡ് ടോട്ടലി നല്ല ഫാൻ ബേസ് ഉണ്ട് ഈ ഒരു സീരീസിന് വേണ്ടിയിട്ട്. കമൻറ്റ് സെക്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഫാൻ ബേസസ് ഉണ്ട്. ആൻഡ് ഒരുപാട് പേര് ഒരു തവണ അല്ല 2 or 3 തവണ കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് ഇതൊരു ഡിസ്കഷൻ ഫോറം തന്നെ ഉണ്ട് റെഡിറ്റിൽ. ഈ കക്ഷി എന്താണ് ഇങ്ങനെ, ഈ കക്ഷി അങ്ങനെ ചെയ്ത് അതിന് എക്സ്പ്രഷൻ ചെയ്തിട്ട് കുറേ ഫാൻ ബേസ് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടാക്കി തുടങ്ങി ഈ ഒരു സീരീസ് കാരണം. സോ മറക്കണ്ട, സീരീസിൻ്റെ പേരാണ് ഡാർക്ക്. ആൻഡ് നെറ്റ്ഫ്ലിക്സിൽ മാത്രമേ പ്ലേ ചെയ്യുന്നുള്ളൂ. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു സീരീസിന്. ഔട്ട്സൈഡ് ഇന്ത്യ ഇൻസൈഡ് ഇന്ത്യ ആയാലും നെറ്റ്ഫ്ലിക്സിൽ മാത്രമേ ഈ ഒരു സീരീസ് അവൈലബിൾ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം.